നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എവിടെ നിർത്തി? എൻ്റെ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് ഇനി നമ്മൾ നേരെ ഞാൻ പഠിച്ച സ്കൂളുകളിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. സ്കൂളുകളെന്ന് പറയുമ്പോൾ LKG UKG വിമല ഹൃദയ കോൺവെൻറ്റ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ക്രിസ്തുജ്യോതി സ്കൂൾ. അപ്പോൾ LKG UKG വേറൊരു സ്ഥലത്തും ക്രിസ്തുജ്യോതി വേറൊരു സ്കൂളുമായിട്ടാട്ടോ, സെപ്പറേറ്റ് ആയിട്ടാണ് സ്കൂള്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിമല ഹൃദയ കോൺവെൻറ്റിൽ കയറി ചോദിച്ചു നോക്കാം. അത് ചുള്ളിമാനൂരാണ്. ചുള്ളിമാനൂർ ആറാമ്പള്ളി റോഡിലാണ് വിമല ഹൃദയ കോൺവെൻറ്റ്. പെർമിഷൻ വാങ്ങി വിമല ഹൃദയ കോൺവെൻറ്റ് എനിക്ക് ആരും പരിചയമുള്ളവരുണ്ടായിരുന്നില്ല. എന്നിട്ടും ആ സിസ്റ്റർ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ പഴയ സ്റ്റുഡൻ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലെ ഞാൻ ഈ ഇട്ടുന്ന ചുരിദാറിനും എൻ്റെ ഹെയർ സ്റ്റൈലിനൊക്കെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഈ ചുരിദാർ നമ്മുടെ വസ്ത്രയുടെ ചുരിദാറാണ്. ഇനി ഇതിൻ്റെ ഒരു ലാർജും മീഡിയം ആണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജും മീഡിയം ആണ് ഇതിൻ്റെ ഒരു സൈസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ, നമ്മുടെ വസ്ത്രയുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇത് താങ്ക് യു. എനിക്കൊരുപാട് നല്ല അഭിപ്രായം ഹെയർ സ്റ്റൈലിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു സ്കിൻ കെയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആവശ്യമുള്ളവർക്കത് സ്വീകരിക്കാം, അല്ലാത്തവർക്കത് തള്ളിക്കളഞ്ഞുകൊണ്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ എന്തായാലും എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്നൊന്ന് നോക്കിയാലോ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ് ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്. ഞാനും വേറെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് വാഷൊക്കെ നല്ലതാണ്, സൺസ്ക്രീൻ നല്ലതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബാക്കി വിശേഷത്തിലേക്ക് പോവാം. നേരെ വിമല ഹൃദയ കോൺവെൻറ്റിൽ വന്നു. ഇവിടെയാണ് ഞാൻ എൻ്റെ നഴ്സറി പഠിച്ചത്. അന്ന് പ്രീ KG അങ്ങനെയൊന്നുമില്ല, LKG UKG മാത്രമേ ഉള്ളൂ. ചീമയൊക്കെ പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനൊന്നും ഈ ബിൽഡിങ്ങിൽ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലാണ് ഫോട്ടോ സെഷൻ വരുന്നത്. എപ്പോഴും ഫോട്ടോ എടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നാണ് ഫോട്ടോസ് എടുക്കുന്നത്. തല നിറയെ പൂവൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ദിവസം കണ്ണൊക്കെ എഴുതി കരിയൊക്കെ എഴുതി എന്ത് കോലത്തിലാണ് വരുന്നതെന്ന് അറിയും. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്. ചീമയൊക്കെ പഠിക്കുന്ന സമയമാണ് ഈ വലിയ ബിൽഡിങ്ങൊക്കെ വന്നത്. ഇപ്പം മുകളിലൊക്കെ നിലയായ കേട്ടോ. മുകളിലൊന്നും ഒന്നും നിലയുണ്ടായിരുന്നില്ല, ഒറ്റ നില ഉണ്ടായിരുന്നുള്ളൂ അന്ന് വിമല ഹൃദയ കോൺവെൻറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ബാച്ചൊക്കെയാണ് വിമല ഹൃദയ കോൺവെൻറ്റ്. സെക്കൻഡ് ബാച്ചാട്ടോ. സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്, കോൺവെൻറ്റാണ്. സിസ്റ്റേഴ്സ് അവിടെ താമസിക്കുന്നുണ്ട്, അവർ നടത്തുന്നത് തന്നെയായിരുന്നു ഈ കോൺവെൻറ്റ്. അങ്ങനെ കുട്ടിക്കാലമൊക്കെ വലിയ രീതിയിൽ കോൺവെൻറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ചെറിയ രീതിയിൽ. അന്ന് വളരെ ചെറുതല്ലേ. പിന്നെ അതുപോലെ 15 വയസ്സിലല്ല കേട്ടോ നമ്മളിവിടുന്ന് വിറ്റ് വരുന്നത്. എനിക്കൊരു 12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടുന്ന് ഞങ്ങൾ വിറ്റ് പോകുന്നത്. 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വിറ്റിൽ സെറ്റിലായിട്ടോ. അപ്പോൾ ഒരു 12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. എങ്കിലും എനിക്ക് കുറേയേറെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, അയ്യോ ശ്രീകുട്ടിയുടെ ഓർമ്മ ഇപ്പോഴും ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആൻറ്റിമാരാട്ടോ. എല്ലാവരും നമ്മളെ കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന് ശ്രീകുട്ടി എന്നൊക്കെ ചോദിച്ചു എൻ്റെ അമ്മയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ. അമ്മയൊക്കെ ഇങ്ങനെ വന്നാലും ജസ്റ്റ് പരിചയമുള്ള അടുത്തുള്ള 1-2 വീടുകളിൽ ഇറങ്ങും, കയറും, പോവും എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, വീട് കൊടുത്തതിന് ശേഷം 2 പ്രാവശ്യമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം. 2 പ്രാവശ്യം അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാനും ഏട്ടനും മാത്രമായിട്ട് വരുന്നത് കേട്ടോ.
അങ്ങനെ ആൻറ്റിയോട് കുറേ കാര്യമൊക്കെ പറഞ്ഞു നിന്നു, വിശേഷങ്ങൾ ചോദിച്ചു, ജീമയുടെ വിശേഷമൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഹോൾ. അവിടെയായിരുന്നു ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. ആ ബിൽഡിങ്ങിനെ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വേറെ സെക്ഷൻസ് ആക്കി, KG സെക്ഷൻസ്, ഡിവിഷൻസൊക്കെ ഒരുപാടാക്കി മാറിയിട്ടുണ്ട്. വിമല ഹൃദയ കോൺവെൻറ്റിന് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, സ്കൂൾ കോൺവെൻറ്റ് ബസ്സൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ പഠിക്കുമ്പോൾ ബസ്സൊന്നുമില്ല. അച്ഛനും ഞാനും കൂടി ഇങ്ങനെ നടന്ന് വന്നാണ് പഠിക്കുന്നത് കേട്ടോ. ചീമയായിരുന്നപ്പോൾ അച്ഛനും കൂടി വരും. ഈ ടീച്ചറൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. ഞങ്ങളുടെ ക്രിസ്തു ജ്യോതിയിലൊരു സിനി ടീച്ചറുണ്ട് കേട്ടോ, സിനി ടീച്ചർ റിലേറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഒന്നുകൂടെ എൻ്റെ സ്കൂളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാത്തവരും ഇങ്ങനെ കൊതിയൊക്കെ തോന്നുമ്പോൾ സ്കൂളിലൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്കൂളിലേക്കൊക്കെ വന്നത്. മേ ബി വീട്ടിലും പരിസരത്തുമൊക്കെ പോവുമെങ്കിലും സ്കൂളിലൊരിക്കലും വിസിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും യൂട്യൂബിലിടാനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എൻ്റെ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അവിടെയൊക്കെയാണ് ഞങ്ങളുടെ ക്ലാസ് ആയിരുന്നത് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു ക്ലാസ്. അതിൻ്റെ ബാക്ക് സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്. അന്ന് ഈ പ്ലേ ഏരിയ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ എങ്കിലും നല്ല രസമുള്ള കുറേയേറെ ഓർമ്മകൾ ഇന്നിങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നു. എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് വലുതായിട്ടൊന്നും കിട്ടുന്നില്ല. കുറേ കുഞ്ഞു കുട്ടികളല്ലേ. അയ്യോ, എനിക്ക് സത്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോയിലായാലും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയോ വാചാലയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും വോയിസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ അറിയിക്കാൻ പറ്റുന്നില്ല. അത് കുറച്ചുകൂടെ ലൈവായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു ഭംഗിയായിരുന്നു ലൈവ് വോയിസ്. പക്ഷേ ഇപ്പം എനിക്ക് ആ ലൈവ് വോയിസ് ഇടാൻ പറ്റുന്നില്ല, അത്രയ്ക്കും വോയിസ് കുറവാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അങ്ങനെ ഇവിടെ കയറി വീഡിയോ എല്ലാം എടുത്തു. സിസ്റ്റർ പെർമിഷൻ തന്ന സിസ്റ്ററിനോടൊരു താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ പതി ഇറങ്ങി കേട്ടോ. ഇവിടെയൊക്കെ നിറയെ വലിയ ഗേറ്റൊക്കെ ഇട്ട്, ഇങ്ങനെ ഗേറ്റൊന്നും ഇട്ട വലിയ അത്രയും സെറ്റപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. എങ്കിലും കുട്ടികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. കാരണം ഈ ഏരിയയിൽ ഈ ഒരു കോൺവെൻറ്റൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നത്. പിന്നെ നെടുമങ്ങാടേ ഉള്ളൂ കേട്ടോ സ്കൂള്, നല്ല സ്കൂള്, ദർശന, കൈരളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്കൂളുകൾ, CBSE സിലബസൊക്കെ വരുന്നത് നെടുമങ്ങാടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഏരിയയിൽ ഈ വിമല ഹൃദയ കോൺവെൻറ്റും ക്രിസ്തു ജ്യോതിയൊക്കെ തന്നെയായിരുന്നു. ഈ വിമല ഹൃദയ കോൺവെൻറ്റും ക്രിസ്തു ജ്യോതിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ബാച്ചാണ് നമ്മൾ കേട്ടോ. ഫസ്റ്റ് കുറച്ച് ടീം ആ കുട്ടികളായിരുന്നു ഈ സ്കൂളിൻ്റെയൊക്കെ തുടക്കം. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബാച്ചായിരുന്നു എൻ്റെയൊക്കെ, ഞാനും എൻ്റെ ഫ്രണ്ട്സും സെക്കൻഡ് ബാച്ചായിരുന്നു. അപ്പോൾ ഇവിടം LKG UKG അത് കഴിഞ്ഞ് ക്രിസ്തു ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂള്. അന്ന് ഇത്രയും വലിയ സ്കൂളല്ലായിരുന്നു ക്രിസ്തു ജ്യോതി. വേറൊരു ചർച്ച്, ചുള്ളിമാനൂരൊരു ചർച്ചുണ്ട്, ആ ചർച്ചിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിലായിരുന്നു ക്രിസ്തു ജ്യോതി. ഒരു 4th 5th ഒക്കെ ആയപ്പോഴാണ് സ്കൂള് വലിയൊരു സ്കൂളായിട്ട് അപ്പുറ സൈഡിൽ ചുള്ളിമാനൂരിൻ്റെ വേറൊരു സൈഡിലേക്ക് സ്കൂള് ഒരുപാട് സ്ഥലമൊക്കെ വാങ്ങിച്ച് വലിയ സ്കൂളായിട്ട് പണിതാണ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത് കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ അതിന് വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് സ്കൂള് മാറ്റി വലിയ രീതിയിലാക്കണമെന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഏരിയയിൽ ഇത്രയും നല്ലൊരു CBSE സിലബസ് സ്കൂള് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് വരാനും കുട്ടികളെ ചേർക്കാനും ഒക്കെ എളുപ്പമായിരുന്നു ഈ CBSE സിലബസിൽ വന്നിട്ടുള്ള ക്രിസ്തു ജ്യോതി ആയാലും വിമല. വലിയൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നെടുമങ്ങാട് വരെ വിടണം. അന്നൊന്നും ഇത്രയും ഇതായിട്ട് സ്കൂൾ ബസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങോട്ട് നെടുമങ്ങാടൊക്കെ വിടാൻ. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ വരുമ്പോൾ അത്രയും നല്ലതായിട്ട് അച്ഛനൊക്കെ ഒരുപാട് പറഞ്ഞൊക്കെയാണ് അവിടെ സ്കൂൾ വരുന്നത്. അത് ഇന്ന് പോയപ്പോൾ സിസ്റ്ററിൻ്റെ വായിൽ നിന്ന് അത് വീണു. ശ്രീകുട്ടിയുടെ അച്ഛനും മറ്റുള്ള കുറച്ച് പാരൻസും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു സ്കൂൾ വരാൻ കാരണമെന്ന് ക്രിസ്തു ജ്യോതി സ്കൂളിലെ സിസ്റ്റർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണ് സ്കൂളിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഒരു തുടക്കമല്ല, ഒരു സെക്കൻഡ് ബാച്ചായിട്ട് കോൺവെൻറ്റിൻ്റെ ആയാലും സ്കൂളിൻ്റെ ആയാലും ഒക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഒരു 10-25 വർഷത്തിൻ്റെ പഴക്കമുണ്ട് സ്കൂളിനും ഈ കോൺവെൻറ്റിനും ഒക്കെ കേട്ടോ. 25 ഇയേഴ്സ് വരും. അങ്ങനെ വീണ്ടും നമ്മൾ ചുള്ളിമാനൂർ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ക്രിസ്തു ജ്യോതി സ്കൂളുള്ളത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ തുടക്കം നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ചർച്ചുണ്ട്, ആ ചർച്ചിനോട് ചേർന്ന ബിൽഡിങ്ങിലായിരുന്നു ക്രിസ്തു ജ്യോതിയുടെ തുടക്കം. കുറച്ച് നാൾ നമ്മൾ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ സ്കൂളിലേക്ക് മാറുന്നത്, അഫിലിയേറ്റഡ് സ്കൂളായിട്ടൊക്കെ മാറിയത് പിന്നീടാണ് കേട്ടോ. ഇപ്പം ക്രിസ്തു ജ്യോതി വലിയൊരു സ്കൂളാണ്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അറിഞ്ഞ് കേട്ട് ഒരുപാട് സ്റ്റുഡൻസ് ചേർന്നാണ് പിന്നെ അങ്ങോട്ട് വലിയ സ്കൂളായതും ഇപ്പോൾ നിറയെ ഇതും. അതിലേറ്റവും ഉപരി സന്തോഷമുള്ള കാര്യം വേദയുടെ കോക്കോ കോമ്പറ്റീഷൻ നാളെ നടക്കാൻ പോകുന്നതും ഇവിടെ ക്രിസ്തു ജ്യോതിയിൽ വെച്ചാണ്. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ മോള് ഞാൻ പഠിച്ച സ്കൂളിൽ ഖോഖോ പ്രാക്ടീസ് അല്ലല്ലോ കോമ്പറ്റീഷന് വരണമെന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെയൊക്കെ തള്ളി മറിച്ച്. എൻ്റെ മോള് ഖോഖോയ്ക്ക് ഉണ്ട്, അവൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളി മറിച്ച് കേട്ടോ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നേരെ ക്രിസ്തുജ്യോതിയിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ പഴയ പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നെയാണ്, മജു സിസ്റ്റർ തന്നെയാണ് ഇപ്പോഴും. അതുപോലെ സിനി ടീച്ചർ, ഞാൻ സ്കൂളിലൊക്കെ ചേരുമ്പോൾ മുതലുള്ള സിസ്റ്ററും ടീച്ചറും ഒക്കെ അപ്പോഴും മുതലുണ്ട്. ഇപ്പോഴും സിനി ടീച്ചർ ഇപ്പോൾ വൈസ് പ്രിൻസിപ്പളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജർ ഒരു ഫാദറും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഒരു 80% ഉണ്ടായിരുന്നു എനിക്ക് പെർമിഷൻ തരും വീഡിയോ എടുക്കാനെന്നുള്ളത്. പക്ഷേ കയറി ചോദിച്ചപ്പോൾ അതിനെന്താ ചോദിക്കുന്നത്, എടുത്തോളൂ എന്ന് ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ ക്രിസ്തുജ്യോതി സ്കൂള്, വാതോരാതെ പറയുന്ന എൻ്റെ ക്രിസ്തുജ്യോതി സ്കൂള്. എനിക്ക് പറഞ്ഞാൽ നമുക്കൊരു ബേസ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതാട്ടോ. ഈ ക്രിസ്തുജ്യോതി സ്കൂളിൽ നിന്ന് കിട്ടിയ ബേസ് മാത്രമേ ആക്ച്വലി എനിക്കുള്ളൂ. 7th കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ സ്കൂളിൽ പോക്ക് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും എൻ്റെ തലയിൽ സത്യം പറഞ്ഞാലുള്ളൂ. ഇവിടെ നിന്ന് നേരെ 1.5 വർഷം ഞാൻ ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിച്ചത്. അവിടെയും ക്ലാസ്സുകൾ വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് നേരെ അച്ഛൻ എന്നെ ARR പബ്ലിക് സ്കൂളിലേക്ക് മാറ്റി. കാരണം ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് അച്ഛന് ഗേൾസ് ഹൈ സ്കൂളിൽ വിട്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടാണ് പിന്നെ വീണ്ടും നേരെ ARR സ്കൂളിൽ വന്നത്. അവിടെയും ക്ലാസ്സിലൊക്കെ ഞാൻ പോകുന്നത് വളരെ കുറവായിരുന്നു. ഇവിടെ നിന്ന് മാറാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഷൂട്ടിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പെർമിഷൻ കിട്ടാൻ വളരെ കുറവായിരുന്നു. ഈ ഫീൽഡിലേക്ക് ഞാൻ തുടക്കം കുറിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കളയാൻ നോക്കില്ല, അതിൻ്റെ പുറകെ പോകാൻ നോക്കത്തുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് പെർമിഷൻ കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് ഓക്കെ എങ്കിൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാക്കാം, അവിടെ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്ന് കരുതിയാണ് ഇവിടെ നിന്ന് നേരെ മാറിയത് കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു ഇവിടെ നിന്ന് മാറിയപ്പോഴേക്കും. പിന്നെ ഗേൾസ് സ്കൂളിലായപ്പോൾ അവിടെ പിന്നെ വലിയ പെർമിഷൻ വാങ്ങൽ, അറ്റൻഡൻസ് കമ്പൽസറി അങ്ങനെ വലിയ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. ഇവിടെ പക്ഷേ അന്നും ഇന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ഞാൻ ജസ്റ്റ് പ്രിൻസിപ്പൽ നമ്മുടെ മജു സിസ്റ്ററിനെ മീറ്റ് ചെയ്തേ ഉള്ളൂ. സിസ്റ്റർ അന്നത്തെ അതേ ഭയങ്കര ബോൾഡായിട്ട് നിന്ന് ഓരോ കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിന്ന് ഇംഗ്ലീഷൊക്കെ ചടപടി കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടോ. അങ്ങനെ ഞാൻ പറയും ചെയ്തു, സിസ്റ്റർ ഭയങ്കര ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും ഫീസ് മുടക്കി നമ്മുടെ കുട്ടികളെ മറ്റുള്ള പാരൻസ് ഇവിടെ വിടുമ്പോൾ ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു, സിസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ്. സിസ്റ്റർ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഓരോ പ്രൊനൗൺസിയേഷൻ വരും സിസ്റ്റർ കറക്റ്റ് നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറയായിരുന്നു പാരൻസ് നമ്മുടെ കുട്ടികൾ ഇതുപോലെ സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് ഇത്രയും ഫീസും മുടക്കി പ്രൈവറ്റ് സ്കൂളുകളിൽ വിടുന്നത്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ വന്ന് വീട്ടിൽ പറയാന്ന് തന്നെ വീണ്ടും സംസാരിക്കുമ്പോൾ നമുക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും സിസ്റ്റർ ആ ഒരു സ്ട്രിക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ കുട്ടികളൊക്കെ ഫ്ലുവൻ്റായിട്ടാണ് ഇംഗ്ലീഷ് കുഞ്ഞു കുട്ടികൾ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. കണക്ക് വെച്ച് നോക്കുമ്പോൾ വേദയൊന്നും അത്രയും ഫ്ലുവൻസി ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനും പഠിച്ചിരുന്ന സമയത്തും ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. നീറ്റ്നെസ്, നമ്മുടെ യൂണിഫോമിലൊന്നും ചെളിയാവാൻ പാടില്ല, അഴുക്കാവാൻ പാടില്ല, ഇംഗ്ലീഷ് സ്ട്രിക്റ്റ് ആയിരിക്കണം, ഓരോ കാര്യങ്ങളും പക്ക ആയിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിൽ അങ്ങ് തള്ളി മറിക്കുന്ന പുകഴ്ത്തി വിടുന്നതെന്നല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ എന്തോ സുംബ എക്സസൈസോ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പുറത്ത് ഖോഖോ പ്രാക്ടീസ് പിള്ളേർ നടക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ എൻ്റെ സ്കൂളെന്ന് പറയുന്നത്. ആദ്യം വന്ന് പെർമിഷൻ വാങ്ങി ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 2-3 ടീച്ചേഴ്സൊക്കെ ഇവിടെ പഴയ ടീച്ചേഴ്സ് തന്നെയുണ്ട്. സിസ്റ്ററും സിനി ടീച്ചറും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതൊക്കെ താഴത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. താഴെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു സെക്ഷനൊക്കെ വരുന്നത്. ചീമയൊക്കെ ഇവിടെയാണ് പഠിച്ചത് കേട്ടോ. ചീമ പിന്നെ ഒരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ചീമയും നമ്മളങ്ങോട്ട് മാറി. ഈ ഒരു ഏരിയയിലാണ് ചീമ പഠിച്ചത്. ഞാനൊക്കെ പഠിച്ചത് മുകളിലായിരുന്നു കേട്ടോ. മുകളിലത്തെ നിലയിലാണ് ഹൈസ്കൂൾ വരുന്നതും. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്കുള്ളത് കേട്ടോ. അന്ന് ഈ ഒരു പ്ലേ ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ റൂഫൊക്കെ ചെയ്ത് അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചുള്ളിമാനൂരുള്ളതിൽ ഏറ്റവും വലിയ നല്ല സ്കൂളാണ് ക്രിസ്തുജ്യോതി. അന്നും അതെ, പക്ഷെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റാർട്ടപ്പ് മാത്രമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങ് മുകളിൽ കയറി നിൽക്കുക കേട്ടോ ക്രിസ്തുജ്യോതി. ഇതാണ് എൻ്റെ സിനി ടീച്ചർ എന്ന് പറയുന്നത്. മാത്സാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ട്യൂഷനൊക്കെ ടീച്ചർ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു.
നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു ടീച്ചർ. സത്യം പറഞ്ഞാൽ അന്ന് സിനി ടീച്ചർ ഞങ്ങളുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂളായിട്ട് ചിരിച്ച് മറിഞ്ഞ് കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിൽ അന്നത്തെ ഒരു ടീച്ചർ ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെയൊന്നുമല്ല, ടീച്ചർ പുലിയാണ്, പുലി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നോക്കാമായിരുന്നു. അന്നൊക്കെ ടീച്ചറിന് കാണുമ്പോഴേ പേടിയായിരുന്നു. ഇപ്പം എന്ത് കൂളായിട്ട് നമ്മൾ ടീച്ചറായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ ടീച്ചറിൻ്റെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ എല്ലാവരുമായിട്ടൊക്കെ, കാരണം ട്യൂഷനൊക്കെ പോകുമ്പോൾ എല്ലാവരുമായിട്ടൊക്കെ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സിനി ടീച്ചർ. സിനി ടീച്ചർ ഇപ്പോൾ ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ സിസ്റ്റർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ കോക്കോ കോമ്പറ്റീഷൻ വരെയല്ലേ, എത്രയോ സ്കൂൾ വരുന്നുണ്ട് ഇവിടെ സാറ്റർഡേ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സാറ്റർഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് സിസ്റ്റർ അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സമയം സിനി ടീച്ചറോട് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു 2-3 ടീച്ചേഴ്സ്, പഴയ ടീച്ചേഴ്സ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരെയും കണ്ടു. എല്ലാവർക്കും വലിയ സ്നേഹം കേട്ടോ. അയ്യോ ശ്രീകുട്ടിയാണോ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചു, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അന്നും ഇതുപോലെ പ്രിൻസിപ്പൽ റൂമൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഒന്നും സ്കൂളിൽ മാറിയിട്ടില്ല. പിന്നെ കുറേ പ്ലേ ഗ്രൗണ്ടൊക്കെ നല്ല വിപുലീകരിച്ചു. അപ്പോഴാണ് അഖിൽ എന്നാണ് തോന്നുന്നു പേര്, ചേട്ടൻ വന്നത് കേട്ടോ. നമ്മുടെ സീനിയർ ബാച്ച്, ഈ ക്രിസ്തുജ്യോതിയുടെ തുടക്കം ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് ബാച്ചിലുള്ളതാണ് ഈ ചേട്ടൻ. അന്നൊക്കെ നമ്മൾ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റ് കൊടുക്കും. ഇപ്പോൾ 5 വയസ്സിന് മൂത്തവരെയും ഞാൻ എടാ പോടാ വാടാന്ന് തന്നെ, എടാ പോടാന്നല്ല പേര് വിളിച്ചാണ് ഞാൻ വിളിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ. ഈ ചേട്ടൻ്റെ അമ്മ, അന്ന് നമ്മൾ ചേട്ടാന്ന് വിളിച്ച് ശീലിച്ചതിൻ്റെ ഒരു ഇത് നമ്മളിപ്പോൾ പറയണമെന്നേ ഉള്ളൂ. ചേട്ടൻ്റെ അമ്മ ഇവിടുത്തെ ടീച്ചറാണ്, ഹിന്ദി ടീച്ചറാണെന്ന് തോന്നുന്നു. ടീച്ചർ ഉഷ ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ 6 പള്ളി റോഡിൽ തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ ടീച്ചർ ഇപ്പോഴും പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ടീച്ചറെ ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു ടീച്ചറെ കണ്ടു, ഇനി അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ മുഖമൊക്കെ എല്ലാവരുടെയും മറന്നു പോയിട്ടോ സത്യമായിട്ടും. എങ്കിലും സിനി ടീച്ചറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ആരാണ് ഏതാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു ടീച്ചറെ കണ്ടു. സത്യമായിട്ടും ഞാൻ ടീച്ചറിൻ്റെ പേര് മറന്നു പോയിട്ടോ. പക്ഷേ എനിക്ക് നല്ല പരിചയമുണ്ട്. ടീച്ചർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാനപ്പോൾ പിന്നെ പേര് ചോദിക്കുന്ന മോശമല്ലേ എന്ന് കരുതി. ഇപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഓഹോ ഇവള് പേരറിഞ്ഞൂടാതെയാണ് എന്നോട് വന്ന് ഇത്രയും കാര്യം സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും സത്യമായിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ടീച്ചറിനും വല്ലാതാവും, ഞാൻ ചോദിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഇപ്പോൾ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. ടീച്ചറിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ നമ്മുടെ ക്ലാസ്സായിരുന്നു, ഇവിടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ എന്താ സെമിനാർ ഹോള് ഈ ഹോള് എല്ലാ സ്കൂളിലും ഉള്ള പോലെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കി എന്ത് വലിയ സ്ഥലമുള്ള ഒരു സ്കൂളാണെന്ന് നോക്കിയാൽ. ഇതിൻ്റെ പകുതിയുള്ള കേട്ടോ വേഗത പഠിക്കുന്ന സ്കൂളെന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമൊക്കെ വന്ന്, ഞാൻ ഇത്രയും വലിയ സ്കൂളിലാണല്ലോ പഠിച്ചതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നെ ആയാലും ചീമയായാലും അച്ഛൻ്റെ മാക്സിമം അച്ഛൻ തന്നിട്ടുണ്ട്. പഠിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുഴപ്പം. ചീമ പഠിച്ചു, പക്ഷെ ഞാൻ പഠിച്ചില്ല എന്നതാണ് എൻ്റെ ഒരു കുഴപ്പം. ഇനി എനിക്ക് അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ പഠിക്കാത്തതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേദയ്ക്കും എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കുകയാണ്. നാളൊരു കാലത്ത് അവൾ പറയരുത് അമ്മ പഠിപ്പിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തതെന്ന് അവൾ ഒരിക്കലും പറയരുത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിത്തത്തിനായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അവളുടെ കയ്യിൽ. ഇതുപോലെ അച്ഛനും എന്നെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നിനും ഞാൻ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിലിപ്പോൾ ഞാൻ ഖേദിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഇത്രയും നല്ല പഠിത്തവും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളത് മിസ്യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഖേദിക്കുന്നു ഗൈസ്. സോ കുട്ടികളെ അച്ഛനമ്മമാർ പഠിപ്പിക്കാൻ വിടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ ഈ ആൻറ്റിയെ പോലെ ഇരുന്ന് ഖേദിക്കേണ്ടി വരും കേട്ടോ. വിദ്യാഭ്യാസം അതെപ്പോഴും മുഖ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോയാൽ പിടിച്ച് നിൽക്കാൻ കുറച്ച് ഇംഗ്ലീഷും കാര്യമൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൂടെ ഇല്ലെങ്കിൽ തീർന്നു കേട്ടോ, കഥം. അപ്പോൾ അതുപോലെ പഠിച്ച് എന്തെങ്കിലും ഒരു നിലയിലെത്തുക, ഒരു നല്ലൊരു ജോലി കണ്ടെത്തുക. ജോലി അത് മുഖ്യമാണ്. എന്തെങ്കിലും ഒരു ജോലിയല്ല, നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തുക. ഞാനും വേദയോട് ഇതൊക്കെ പറയാറുണ്ട്, വേണമെങ്കിൽ കേൾക്കട്ടെ. പണ്ടച്ഛനമ്മയൊക്കെ പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളി, അതുപോലെ എനിക്കിപ്പോൾ വേദയും പുച്ഛിച്ച് തള്ളുന്നത്. പിന്നെ വലുതാകുമ്പോൾ എന്നെ പോലെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കും അല്ലേ. പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിനെ പറ്റി പറയാം.
അങ്ങനെ സ്കൂളെല്ലാം കണ്ട് സിസ്റ്റർ ഇതേ നമ്മുടെ കോക്കോ ഗ്രൗണ്ടിൽ കോക്കോ വരുന്ന കുട്ടികൾ കോക്കോ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് സെറ്റാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അതേ ഗ്രൗണ്ടൊക്കെ ഫുൾ ഷീറ്റൊക്കെ ചെയ്തിട്ടൊക്കെ കേട്ടോ. അപ്പോൾ സിസ്റ്റർ അവിടെ നിൽക്കുകയാണ്. സിസ്റ്ററും ഫാദറും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഇതാന്ന് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഫാദറിനെയും സിസ്റ്ററിനെയും കാണാൻ പറ്റും. അപ്പോൾ സിസ്റ്ററിനെ ഇങ്ങനെ കുറേ നാളിന് ശേഷം കണ്ട സന്തോഷം കേട്ടോ. സിസ്റ്റർ കണ്ട പാടെ തന്നെ ചടപടെ കുറേ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കണ്ണ് തള്ളിങ്ങനെ നിന്നു. ഈശ്വര, നമ്മുടെ പുലിമടയിലാണല്ലോ ചെന്ന് ഇറങ്ങിയത് എന്നുള്ളൊരിതായിരുന്നു കേട്ടോ. പക്ഷേ ഇല്ല കേട്ടോ, സിസ്റ്റർ നല്ല കൂളായിരുന്നു. പക്ഷേ സിസ്റ്റർ പറഞ്ഞു ശ്രീകുട്ടിയുടെ ഫാദറും വേറെ കുറച്ച് പാരൻസും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു സ്കൂൾ ഇവിടെ വരാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, ലൈവ് വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സിസ്റ്റർ കുറേ കാര്യങ്ങൾ സ്കൂളിനെ പറ്റിയും സ്കൂളിൽ ഉണ്ടായിട്ടുള്ള മറ്റുള്ള എന്താണ് എൻ്റെ വായിലത് വരുന്നില്ല, മീൻസ് കുറേ പുതിയ കാര്യങ്ങൾ സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ പറ്റി സിസ്റ്റർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ മഞ്ജു സിസ്റ്റർ, അന്നും ഇന്നും നമ്മുടെ പ്രിൻസിപ്പളായിട്ടുള്ള മഞ്ജു സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ പറയുന്നത് നമ്മുടെ ബാച്ചിൻ്റെ കൂടെയാണ് സിസ്റ്ററും ജോയിൻ ചെയ്തതെന്നാണ്. ഞാൻ പറയുന്നത് നമുക്ക് മുന്നേ ഒരു ബാച്ച് കൂടെ ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് സിസ്റ്ററും വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ സിനി ടീച്ചർ സ്കൂൾ തുടങ്ങുമ്പോഴേ ഉണ്ട് എന്നാണ് സിസ്റ്റർ പറയുന്നത്. എനിക്ക് അക്കാര്യത്തിലൊന്നും ഓർമ്മയില്ല. എനിക്ക് സിസ്റ്ററിനെയും മഞ്ജു സിസ്റ്ററിനെയും സിനി ടീച്ചറിനെയൊക്കെ നല്ല ഓർമ്മയുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. സിസ്റ്ററൊക്കെ ഇവിടെ കോൺവെൻറ്റിലാണ് താമസവും കാര്യങ്ങളൊക്കെ. ഞാൻ വിമല ഹൃദയ കോൺവെൻറ്റ് കാണിച്ചില്ലേ, നമ്മുടെ നഴ്സറി, അവിടെ തന്നെയാണ് സിസ്റ്ററിൻ്റെയൊക്കെ താമസം. അപ്പം സിസ്റ്ററും ഒരു കൂട്ടം സിസ്റ്റേഴ്സും നമ്മുടെ മാനേജർ ഫാദറും ഒക്കെ ചേർന്ന് നടത്തുന്നതാണ് ഈ സ്കൂളും വിമല ഹൃദയ കോൺവെൻറ്റും ഒക്കെ കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരെയും ഇതെല്ലാം പരിചയപ്പെടുത്തി തരാൻ പറ്റിയില്ലേ. ഭയങ്കര സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂൾ എനിക്ക് യൂട്യൂബ് വഴി കുറച്ച് പേരിലെങ്കിലും എത്തിക്കാൻ പറ്റിയില്ലേ. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ചുള്ളിമാനൂരാണ് നാട്, ക്രിസ്തുജ്യോതിയിലാണ് പഠിച്ചിട്ടുള്ളത്, വിമല ഹൃദയയിലാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനും അവിടെയാണ് പഠിച്ചതെന്നും എൻ്റെ സ്കൂളിനെയും എൻ്റെ ടീച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ലേ. അത് തന്നെ വലിയൊരു സന്തോഷം. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് എനിക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയില്ലേ, അത് വലിയൊരു സന്തോഷമാണ്. അത് എങ്ങനെ എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്നറിയില്ല. എൻ്റെ വീട്ടിലെ ഓരോ വ്യക്തികളും കണ്ട് അഭിപ്രായം പറയും പോലെ തന്നെയാണ് എന്നെ ഇന്ന് വരെ ഞാൻ നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ അത്രയും സ്നേഹപൂർവ്വം ഇരുന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എത്ര നാൾ കൊണ്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സന്ദർഭം കിട്ടിയത്. ഈ പറഞ്ഞ് ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് കേട്ട് ഞാൻ കണ്ണ് തള്ളി നിൽക്കുന്നതാണ്. അങ്ങനെ സിസ്റ്ററിനോട് തന്നെ ഞാൻ പറയുന്നത്, സിസ്റ്റർ ഭയങ്കര ഇംഗ്ലീഷ് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. പക്ഷേ സിസ്റ്റർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റാട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ ഇതുപോലൊരു സ്കൂളിൽ വിടുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും വിടുന്നത്. പക്ഷേ ആ ഒരു റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് വളരെ മോശമാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. എനിക്ക് സത്യം വാക്കുകൾ വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ലൈവായിട്ടൊക്കെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സിസ്റ്റർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വോയിസ് കിട്ടിയിട്ടില്ല. അത് എനിക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയോടെ ഈ 2 വീഡിയോസിലും എനിക്ക് ഇത്രയും വോയിസ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടല്ല, എല്ലാ കാര്യങ്ങളും ഭയങ്കര നാച്ചുറലായിട്ട് പറയുന്നതിൻ്റെ ഒരു സുഖം വേറെ, നമ്മളിങ്ങനെ വോയിസ് ഓവർ പിന്നീട് അത് കണ്ട് സംസാരിക്കുന്നതിൻ്റെ രീതി ഒന്ന് വേറെയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് വന്ന സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്നോട് പറയുന്നു ഒന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നു. കാരണം ആദ്യത്തെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. പിന്നീടാണ് ഉള്ള വീഡിയോസ് ഇനി ചെക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെക്ക് ചെയ്യാത്ത വീഡിയോസ് ഫുള്ള് വോയിസും ഇല്ല കേട്ടോ. ഒരൊറ്റൊരു വീഡിയോ ഇല്ല. ഒന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് 43 മിനിറ്റ് എന്തോ ലെങ്ത് ഉണ്ട്. ഇന്നലത്തെ വീഡിയോയ്ക്ക് ഇതുപോലെ ലെങ്ത് ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു 2 hours ലെങ്ത് വീഡിയോയ്ക്ക് ഉണ്ടായിട്ട് പോലും അത്രയും ഞാൻ ഈ ലൈവായിട്ട് ഓഡിയോ ചെയ്തിട്ട് അപ്പോൾ പോലും ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ളതാണ്. എന്തോ മൈക്കിൻ്റെ ഇത് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് പറ്റിയത്. വോയിസ് ഉണ്ട്, പക്ഷെ ഒരു മൂളൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ ചെവിക്ക് അടുത്ത് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കരുതി ശരി
വോയിസ് ഓവർ ചെയ്യാമെന്ന് കേട്ടോ. ഇതാണ് അവരുടെ ഓഡിറ്റോറിയം ഗ്രൗണ്ടും ഒക്കെ, വേറൊരു ബാസ്ക്കറ്റ് ബോൾ ഓഡിറ്റോറിയം. അതുവഴിയാണ് ഞാനിങ്ങനെ നടന്ന്, ഓഡിറ്റോറിയം അല്ലല്ലോ ഗ്രൗണ്ട്, അതുവഴിയാണ് ഞാനിങ്ങനെ നടന്ന് കയറിയൊക്കെ വന്നത് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം സിസ്റ്ററിനോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഫാദറിനോട് സംസാരിക്കട്ടെ, ഫാദർ പെർമിഷൻ തരും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ നാട് കൊല്ലം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് നേരെ ഫാദറിൻ്റെ അടുത്തേക്ക് ചാടി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, എൻ്റെ മോള് കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പോൾ അവരിവിടെ ഇങ്ങനെ വരും, കളിക്കും, കോക്കോയ്ക്ക് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഫാദറിന് ആദ്യം എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. ഞാനിങ്ങനെ ശ്രീകുട്ടി എന്ന പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി, ശ്രീകുട്ടി എന്ന് ചോദിച്ചിട്ട് പിന്നെ അനീതിയുടെ കാര്യം ചോദിച്ചു, അച്ഛൻ്റെ കാര്യം ചോദിച്ചു, എല്ലാം ഫാദറിന് പേര് പറഞ്ഞപ്പോൾ നല്ല ഓർമ്മ വന്നു കേട്ടോ. എന്നെ കണ്ടിട്ട് ഫാദറിന് മനസ്സിലായില്ല. ഫാദർ ചോദിച്ചു എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു BA. BA പോയിട്ട് പിന്നെ നിർത്തിയോ? ഞാൻ പറഞ്ഞു അവിടെ ഞാനൊന്ന് ചെറുതായിട്ട് ചമ്മി കേട്ടോ. ഫാദർ ഞാനെന്തോ വലിയ സെറ്റപ്പിലാണെന്ന് വിചാരിക്കും ഫാദർ ചോദിച്ചത്. BA കഴിഞ്ഞിട്ട് നിർത്തിയോ എന്നൊരു പുച്ഛഭാവം ഫാദറിന്. ചുമ്മാട്ടോ, അങ്ങനെയൊന്നുമല്ല, BA കഴിഞ്ഞിട്ട് നിർത്തിയോ എന്നുള്ള സ്നേഹത്തോടെയാണ് ചോദിച്ചത്. ഞാൻ വണ്ണം വെച്ചിരുന്നു, ഇപ്പം വണ്ണമൊക്കെ കുറേ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫാദർ ഇങ്ങനെ സംസാരിക്കട്ടെ. ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു. ഞാൻ ഇത്രയും ഫാദറിൽ നിന്ന് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഈ സ്കൂളിൻ്റെ നെടും തൂണാണ് ഫാദർ എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും കൂളായിട്ട് സംസാരിക്കാൻ, നമ്മൾ അന്ന് സ്റ്റുഡൻ്റായിട്ടല്ലേ നിൽക്കുന്നത്, സിസ്റ്ററിൻ്റെ മുന്നേ ഒന്നും വര പോലും ഇല്ല കേട്ടോ. എൻ്റെ അമ്മ പേടിച്ച് നിൽക്കും. പേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയിലാണ് സിസ്റ്റർ, സെനി ടീച്ചർ, എല്ലാവരും ഇട്ട്. നമ്മളിപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞിൽ ഭയങ്കര പേടിച്ചൊക്കെ അല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ഭയങ്കര കൂളായിട്ട് എല്ലാവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയാണ്, മറ്റന്നാൾ കോക്കോ നടക്കുമ്പോൾ വരൂ, പാരൻസ് യു ക്യാൻ ജോയിൻ, വരുന്ന പാരൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കടപടെ വീണ്ടും ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുക കേട്ടോ. എന്നിട്ട് പതിയെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടെ കാണാനായിട്ട് ഒന്നുമില്ല. ഇനി വേദയും കൊണ്ട് സ്കൂളിൽ വരുന്ന കാര്യം സംശയമാണ്. വേദം എന്തായാലും മറ്റന്നാൾ വരെ. ഞാൻ വേദയോട് വീട്ടിൽ ചെന്ന് വലിയ ജാടയ്ക്കൊക്കെ തള്ളി കേട്ടോ. എടി നീ എൻ്റെ സ്കൂളിലാണ് കളിക്കാൻ പോകുന്നത്, അവിടെ ചെന്ന് സിസ്റ്ററിൻ്റെ ഒക്കെ പറയണം ശ്രീകുട്ടിയുടെ മോളാണെന്നൊക്കെ പറയണം. അവൾക്കാണെങ്കിൽ ഒരു ലോഡ് പൂച്ച. പിന്നെ അത്ര ഇതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മ പറ സിസ്റ്ററിനോട് ഞങ്ങളൊക്കെ ഒന്ന് ജയിപ്പിച്ച് വിടാൻ പറയാം. ഞാൻ പറയും പിന്നെ അവരുടെ സ്കൂളിൽ നിങ്ങളെക്കാട്ടി മിടുക്കി പിള്ളേർ കളിക്കാനുള്ളപ്പോഴാണ് പിന്നെ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞാനും അവിടെ കൂടെ ഭയങ്കര അടിപിടി വർത്തമാനമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷവും കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇത് താഴെ വീഡിയോ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ. അതിവിടെ വാല് പോലെ കിടന്നതിന് പിന്നെ ഞാൻ കുത്തി ഇവിടെ തിരികെ കയറ്റി. ഇനി അടുത്ത പരിപാടി, ഇന്ന് രാവിലെ വെറുതെ ഞാൻ വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇവിടെ കരിപ്പൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ നാടാണ് കരിപ്പൂർ, അമ്മ ഇളവട്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരിപ്പൂർ നല്ല സർബത്ത് കിട്ടും. അത് കുറേ നാൾ മുന്നേ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറക്റ്റ് രാവിലെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ ഒരു വീഡിയോയിൽ കരിപ്പൂരിൽ നിന്ന് ഒരു അണ്ടാവ് ഗ്ലാസ്സൊന്നും ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു ഗ്ലാസ്സിൽ, ബക്കറ്റ് പോലത്തെ ഗ്ലാസ്സിൽ സർബത്ത് കുടിക്കുന്നു, ഫ്രൂട്ട് സർബത്ത്. അപ്പം ഞാൻ കരുതി ഇന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. കരിപ്പൂരാണ് സ്ഥലമെങ്കിലും എനിക്ക് കരിപ്പൂരൊന്നും അത്ര പിടിയില്ല കേട്ടോ. ചുള്ളിമാനൂർ, ആനാട്, നെടുമങ്ങാട് ആ റൂട്ടൊക്കെ അറിയാമെങ്കിലും ഈ കരിപ്പൂർ അങ്ങോട്ടുള്ള റൂട്ടൊന്നും എനിക്ക് വലിയ പിടിയില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പിലിട്ടപ്പോൾ ഗൂഗിൾ മാപ്പ് അമ്മച്ചി നമ്മളെ കൊണ്ടുവന്ന് വേറെ എവിടെയൊക്കെ ഇട്ടു. ഞാനാണെങ്കിൽ വിശന്ന് കിറങ്ങി രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ വെള്ളം പോലും കിട്ടിയില്ല കേട്ടോ. മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. പിന്നീട് ഇവിടെ വന്നിട്ട് അങ്ങ് പോകാമെന്നും പറഞ്ഞ് വന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. എന്നാൽ വണ്ടി ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും കുറച്ച് വെള്ളം തന്നെ, ഇവിടെ ഇട്ട് ചോദിച്ചതുമില്ല കേട്ടോ. അങ്ങനെ വെള്ളം ദാഹിച്ച് അങ്ങനെ പണ്ടാരടങ്ങി പോവുകയാണ്. പണ്ടാരടങ്ങിയിട്ടില്ല എങ്കിലും ആ വെള്ളം ദാഹത്തിൽ എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒട്ടും ടയേർഡായില്ല, കാരണം ഈ സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ക്ഷീണമൊന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷേ വീടെത്തി ഞാൻ കിറങ്ങിപ്പോയി കേട്ടോ. കിറങ്ങി ഭയങ്കര ക്ഷീണവും കാലുവേദനയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ആസ്വദിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ചാണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചാണ് ഞാനിങ്ങനെ വരുന്നത്. എത്ര വർഷത്തിന് ശേഷം നമ്മുടെ സ്കൂളും വീടും നാടും ഒക്കെ കണ്ട സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് കാണുമ്പോഴും പലരും അവരുടെ സ്കൂളും നാടും വീടും ഒക്കെ ഇതുപോലെ അവിടെ വിട്ട് വരേണ്ട സാഹചര്യം വന്നിട്ട് പിന്നീട് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സങ്കടമൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ കമൻസ് കണ്ടായിരുന്നു. ചിലതൊക്കെ വിട്ടു പിരിയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാവും. ഒരു പക്ഷേ ഞാനൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ, കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ജീവിതം, സ്കൂളിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമോ എന്നെനിക്കറിയത്തില്ല കേട്ടോ. മിക്കവാറും ആരുടെയെങ്കിലും അടുക്കളയിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് നിൽക്കുമായിരുന്നായിരിക്കാം മേ ബി. ഞാൻ 6th 7th വരെയൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫീൽഡിൽ വന്ന ശേഷമാണ് എൻ്റെ പഠിത്തമൊക്കെ അങ്ങ് പോയത്.
അപ്പോൾ പഠിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ വല്ല ജോലിയോ കിട്ടിയാനേ, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുക്കളയിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് നടന്നാനേട്ടോ. ഞാൻ ശ്രീകുട്ടി എന്നൊരു വ്യക്തിയെ നിങ്ങളിൽ ഒരാൾ പോലും അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടുള്ള കാര്യം പറയാണ്. ഇവിടേക്കുള്ള ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. പഠിച്ച് ജോലി വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലാത്തവരും ഉണ്ട്. ഇല്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ അതേ നമ്മൾ കരിപ്പൂര് സർബത്ത് കടയും അന്വേഷിച്ച് ശരിക്കും പറഞ്ഞാൽ ചുള്ളിമാനൂരിന്ന് 3 കിലോമീറ്റർ ഉള്ളിൽ കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗൂഗിൾ അമ്മച്ചി ലൊക്കേഷൻ ഇട്ടപ്പോൾ 11 കിലോമീറ്റർ കാണിച്ച് എങ്ങാണ്ടൊക്കെ ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴും ആലോചിക്കുക കേട്ടോ, 5 അങ്ങോട്ടൊക്കെ കാണിക്കുകയാണ്. അങ്ങോട്ടല്ല ശരിക്കും പറഞ്ഞാൽ കരിപ്പൂർ. എനിക്ക് പക്ഷേ കരിപ്പൂർ കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. തൊട്ടടുത്താണെന്നറിയാം, എവിടെയാണെന്നുള്ളതും അറിയത്തില്ല. അങ്ങനെ പോയി വേറെ എവിടെയോ ചെന്ന് കയറി. ആ ഗൂഗിൾ ലൊക്കേഷൻ എൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം അറിയത്തേ ഇല്ല. അവിടെ പനവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിനടുത്തുള്ള കരിപ്പൂരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു. വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് 11 കിലോമീറ്റർ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ മൊത്തം കടന്ന് ചുറ്റി കറങ്ങി. പക്ഷെ നല്ല പ്രകൃതി രമണീയത ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച് പോയി. അത് വേറെ കാര്യം. ഇവിടെ കണ്ട് നിർത്തി വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോയി ദാഹം ഒരു സൈഡിലും വിശപ്പ് വേറൊരു സൈഡിലും. എനിക്കാണെങ്കിൽ എൻ്റെ ദേഷ്യം, സ്ഥലവും കണ്ടുപിടിക്കാൻ വയ്യ, എവിടെയാണെന്നും അറിയില്ല, ദാഹിക്കുകയും ചെയ്യണു, വിശക്കുകയും ചെയ്യണു. ഇതാണ് ആദ്യം വന്ന സ്ഥലം കേട്ടോ. ഇവിടെ എങ്ങും ഈ ഏരിയയിലെങ്ങും കരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. അങ്ങനെ പോയി പനവൂരിനടുത്തുള്ള കരിപ്പൂർ വന്നു. അവിടെ വന്നിട്ട് ചാരുവിള ബേക്കറി, ആ വീഡിയോയിൽ ലക്ഷ്മി ചേച്ചി കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാരുവിള ബേക്കറി എന്ന്. അങ്ങനെ ചാരുവിള ബേക്കറിയിൽ വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇവിടെ സർബത്തുണ്ടോ? സർബത്തുണ്ട്. ഇവിടെയൊക്കെ എല്ലാ കടകളിലും സർബത്തുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു, ലക്ഷ്മി നായർ വീഡിയോ എടുത്ത കട ഇതാണോ? ഇത് തന്നെയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോരട്ടെ സർബത്ത്. അപ്പോൾ തിരിച്ച് മറുപടി, സാധാ സർബത്ത് വേണോ, പാൽ സർബത്ത് വേണോ, പാൽ വിത്ത് ഐസ്ക്രീം സർബത്ത് വേണോ? ഐസ്ക്രീം സർബത്ത് വേണ്ട, ഒരു പാൽ സർബത്തും ഒരു സാധാ നിറനടി സർബത്തും പറഞ്ഞു കേട്ടോ. എനിക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ടൂട്ടി ഫ്രൂട്ടി ഇല്ലാത്ത സർബത്ത് പോരട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. അയ്യോ എങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് വന്ന ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എനിക്ക് പുതിയതായിട്ട് എടുത്തത് മതിയോ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വിശന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ടൂട്ടി ഫ്രൂട്ടി കാണുമ്പോഴേ ദേഷ്യമാണ്. ഞാൻ പറഞ്ഞു ചേച്ചി പുതിയതായിട്ട് ഒരെണ്ണം എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അതെല്ലാം ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോ അയ്യേ ഇതവിടെ നിന്ന് കയറി വന്നു. ഏട്ടനൊരു പാൽ സർബത്തും എനിക്കൊരു നിറനണ്ടി സർബത്തും. പണ്ട് അച്ഛൻ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് നല്ല നിറനണ്ടിയൊക്കെ ഒഴിച്ച് നിറയെ ഫ്രൂട്ട്സും കപ്പലണ്ടിയൊക്കെ ഇട്ടൊരു സർബത്ത് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ആ കൊതി ഇങ്ങനെ വായിൽ നിൽക്കുന്നതുകൊണ്ടാണ് ചേച്ചിയോട് നിറനണ്ടി സർബത്ത് പറഞ്ഞത്. ശരി ഇതാ പിടിച്ചോ നിറനണ്ടി സർബത്ത് എന്ന് പറഞ്ഞ് ചേച്ചി ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അതിൽ ഏതാണ്ടൊക്കെ വാരി കുത്തി കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഗ്ലാസ് ആയിട്ട്, ഗ്ലാസ്സൊന്നുമില്ല, അതിനെ ബക്കറ്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര വലിയ ഗ്ലാസ്, എന്നെക്കാട്ടിയുണ്ട് ആ ഗ്ലാസ്. ഞാനും ആ ഗ്ലാസും കൂടെ നിന്ന ഗ്ലാസ് ആയിരിക്കും പോകാൻ കൂടുതൽ കേട്ടോ, അത്രയ്ക്ക് വലിയ ഗ്ലാസ്. അപ്പോൾ ഞാൻ ആദ്യം 2 നിറനണ്ടി സർബത്താണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് പാൽ സർബത്ത് പറയുമെന്ന് പറയും. അപ്പോൾ ശരി ഏട്ടൻ്റെ പാൽ സർബത്തും ബാക്കി നിറനണ്ടി സർബത്ത്. പഴമൊക്കെ അടിച്ചുടച്ച് ചതച്ചൊക്കെയാണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ. ആദ്യം കുറച്ച് മാതള ഇടും, 2 ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇതുണ്ടല്ലോ, എൻ്റെ പേര് മറന്നു, വാട്ടർമെലൻ, തണ്ണിമത്തൻ. പിന്നെ കുറച്ച് തണ്ണിമത്തൻ ഇടും. ഇതൊരു ബേക്കറിയാണ് കേട്ടോ, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് മുന്തിരി ഇടും, പച്ചമുന്തിരിയും ചുവന്ന മുന്തിരി ഇടും കേട്ടോ, കറുത്ത മുന്തിരി ഇടും. പിന്നെ കുറച്ച് വാട്ടർമെലൻ എന്നിട്ടാണ് ഇടുന്നത്. പിന്നെയാണ് ഒരു വലിയൊരു പിടി കപ്പലണ്ടി കേട്ടോ. ആപ്പിൾ ഇടും, സോറി ആപ്പിൾ ഇടും. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കുറച്ചിടും. ആപ്പിള്, മാതളം, മുന്തിരി, വാട്ടർമെലൻ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കേട്ടോ. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഇവിടെ ഫ്രൂട്ട്സും ബേക്കറിയും കൂടെയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ പഴയ ഫ്രൂട്ട്സൊക്കെ ഇട്ട് സർബത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കാണിച്ചിട്ട് തന്നെയാണ് എടുത്തത് കേട്ടോ. അടുത്തതാണ് ഞാൻ ഈ പറഞ്ഞ ടൂട്ടി ഫ്രൂട്ടി. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു ഒന്നിലിട്ടാൽ മതി ചേച്ചി, ഒന്നിലിടല്ലെന്ന് പറഞ്ഞു. ഇതിൽ പാലൊഴിക്കും, മറ്റതിൽ നിറനണ്ടി മതി എന്ന് പറഞ്ഞു. ശരി ചേച്ചി, ശരി റെഡി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അടുത്ത സാധനം എടുക്കുകയാണ്. അടുത്ത് കസ്കസ് എന്നോ ചിയാ സീഡ് എന്നൊക്കെ പറയും. ശരിക്കും ചിയാ സീഡാണ്, കസ്കസ് വേറെ സാധനമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇതിനെ കസ്കസ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനും പറയുന്നു കസ്കസ്. ഓക്കെ, കുറച്ച് കസ്കസ് രണ്ടിലും അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് സാധനം, ഒരു വലിയ പിടി കപ്പലണ്ടി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് എനിക്ക് ഫ്രൂട്ട് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും വാങ്ങിച്ച് കുടിക്കും. എവിടെ ചെന്ന് ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ചാലും അഡീഷണലി ഞാൻ കപ്പലണ്ടി വാങ്ങിച്ചിടാറുണ്ട് കേട്ടോ. ഇത് നോക്കി ഒരു വലിയ 1-2 പിടി കപ്പലണ്ടി, ആ ഗ്ലാസിൻ്റെ പകുതിയുണ്ട് കപ്പലണ്ടി. അത് കണ്ടത് എൻ്റെ മനസ്സ് തൃപ്തിയായി, സന്തോഷമായി കേട്ടോ. കാരണം എവിടെ ചെന്നാലും ഞാൻ അഡീഷണൽ കപ്പലണ്ടി വാങ്ങിച്ച് ചേർക്കുന്നതാണ്. ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തെന്ത് സാധനമാണ് ചേച്ചി എടുക്കുന്നത്? അടുത്ത് കുറച്ച് വെള്ള അവലാണ് ഇടുന്നത്.
കുറച്ച് 2 ഇതിലും ഇടുന്നുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് ഇടുന്നത്. ഒന്നിൽ നറുനണ്ടി ഒന്നിൽ പാല് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ടൂട്ടി ഫ്രൂട്ടിയൊന്നും വേണ്ടാത്തത് കൊണ്ട് ടൂട്ടി പൂട്ടിയൊന്നും ഇട്ടില്ല കേട്ടോ. ഏട്ടന് മാത്രം ടൂട്ടി പൂട്ടിയൊക്കെ ഇട്ടുള്ളൂ. ഏട്ടനോട് ഇടണമെന്ന് വെച്ചപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ഇടുന്നു പറഞ്ഞു. ഏട്ടനാണെങ്കിൽ ഈ വക സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എൻ്റെ കൂടെ നടന്ന് ഇതൊക്കെ പഠിച്ചെന്നേ ഉള്ളൂ. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പൊരിയാണ് കേട്ടോ. പൊരിയെന്നോ അരിയെന്നോ ചേച്ചി പറഞ്ഞു. പിന്നെ ഇത് കോൺഫ്ലെക്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ പോലും ഒരൊറ്റ കടയിൽ കോൺഫ്ലെക്സും കാര്യങ്ങളും ഇട്ട് തരത്തില്ല. കുറച്ച് കോൺഫ്ലെക്സ് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് പഴം അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് രസകദളി പഴം അതിലേക്ക് 2ലും കൂടി അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഡേറ്റ്സ് ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ ഏട്ടൻ പറഞ്ഞില്ലേ ഇതൊന്നും കഴിക്കില്ല എന്ന്. ഏട്ടൻ ഈ ടൂട്ടി പൂട്ടിയൊക്കെ എന്താണെന്ന് പോലും ഏട്ടൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറഞ്ഞത്. ഏട്ടൻ ഈ വക സാധനങ്ങളോടൊന്നും താല്പര്യമില്ല. ഏട്ടൻ കഴിക്കത്തില്ല. പിന്നെ ഫ്രൂട്ട് സർബത്തൊക്കെ ഇല്ല, എൻ്റെ അറിവിലില്ല കേട്ടോ. സോറി, ഏട്ടൻ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടൻ എടുക്കട്ടെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് ഏട്ടനെല്ലാം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം എൻ്റെ കൂടിയാണ് ഏട്ടൻ ഇങ്ങനെ ആയത്. നമ്മളെവിടെയാണ് നിർത്തിയത്? രസകദളി പഴം അതിൽ നിർത്തി. പിന്നെ ഡേറ്റ്സ് എല്ലാം ഇട്ടു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുന്നതിനനുസരിച്ച് അവർ ചെയ്ത് തരത്തുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഈ ബക്കറ്റിലൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എടുത്ത് കോരിയൊക്കെ തരില്ലേ, ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കോരി തരില്ലേ, ആ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ സർബത്ത് ഓർഡർ ചെയ്യാൻ വന്നാൽ ഒരു 2-3 മിനിറ്റ് നിന്നാൽ ചേച്ചി അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് റെഡിയാക്കി തരും കേട്ടോ. അത് കഴിഞ്ഞാണ് ചേച്ചി ഇതേ ഒരു കപ്പും ഒരു ഇടിക്കുന്ന സാധനവും കൂടി എടുത്തിട്ട് അതിലൊരു 2-3 മറ്റേ പാളയം തൊട നല്ല പഴുത്ത പഴം അതിലേക്ക് ഇടും. എന്നിട്ട് അതിനെ ആ ഇടിക്കുന്ന സാധനം വെച്ച് കടകടകടകടകടകടകടകടേന്ന് പറഞ്ഞിട്ട് ഇടിക്കും കേട്ടോ. ഇടിച്ച് നല്ല പേസ്റ്റാക്കും. നല്ല പഴുത്ത പഴമാണ് അതിലിടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഒരു പേസ്റ്റ് കൂടെ അതിൽ ആഡാവും. അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ സർബത്താണ് പണ്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പണ്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്ന ആ സർബത്തിൻ്റെ രുചി ഇപ്പോൾ അപ്പോഴും അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അതുവഴി പോകുമ്പോൾ കട ഉണ്ട്, പക്ഷേ സർബത്ത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇനി പോകുമ്പോൾ ചോദിച്ചു നോക്കണം. എന്തായാലും അതുപോലത്തെ ഒരു സർബത്ത് കുടിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. കണ്ടോ ചേച്ചി അടിപൊളിയായിട്ട് അതിനിട്ട് അടിച്ചുടയ്ക്കുന്നുണ്ട്. 2 സർബത്ത് ഗ്ലാസ്സിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 കൂടുതലും പഴം എടുത്തു. അത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എണ്ണം നോക്കിയില്ല. അത്രയും പഴം എടുത്തത് നന്നായിട്ട് അടിച്ചുടച്ചത് 2ലും ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ഹൈലൈറ്റ് സാധനം. നറുനണ്ടി വേണമെന്നുള്ളവർക്ക് നറുനണ്ടി, അല്ലാത്ത പാൽ അല്ലെങ്കിൽ പാൽ ഐസ്ക്രീം സർബത്താണെങ്കിൽ അതിലാദ്യം ഒരു സിറപ്പ് ഒഴിക്കും കേട്ടോ. പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറപ്പ്. ഈ നറുനണ്ടിയെ ഇവരിവിടെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ നറുനണ്ടി സർബത്ത് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഐസോ വെള്ളമൊക്കെ ഒഴിച്ചാൽ സെറ്റാവും കേട്ടോ. ഇനി പാൽ സർബത്തിൽ ഞാൻ ഈ പറഞ്ഞ പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിറപ്പും അതിലേക്ക് നല്ല പാൽ ഒഴിക്കും കേട്ടോ. ഇതാണ് ആ പറഞ്ഞ സിറപ്പ്. പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിറപ്പ്. പിന്നെ അതിലേക്ക് നല്ല പാലും പിസ്ത ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്ത് ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പാലാണ് ആ പാൽ സർബത്തിൽ ഒഴിക്കുന്നത് കേട്ടോ. ഈ നറുനണ്ടിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ നറുനണ്ടി സർബത്ത് റെഡി. കപ്പലണ്ടി നോക്കി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നിട്ട് ആ വലിയ കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഒഴിപ്പ് ഒഴിച്ചെടുക്കുന്നത് സർബത്ത് റെഡി ഗൈസ്. അത് കഴിഞ്ഞ് മറ്റതിൽ പാലും പിസ്ത ഐസ്ക്രീമും കൂടെ മിക്സിയിൽ കണ്ടിട്ട് അവർ മിക്സ് ചെയ്ത് കറക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റിച്ചാണ് കേട്ടോ. എന്നിട്ട് ചേച്ചി അതിലേക്ക് ഐസ്ക്രീം ഇടാൻ പോയി. ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ട, ഐസ്ക്രീം വേണ്ട, കാരണം ഏട്ടന് ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം ഇല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ ഡേറ്റ്സ് വെച്ചപ്പോഴേക്കും നമ്മുടെ സർബത്ത് റെഡി കേട്ടോ. വിശന്ന് തളർന്ന് പണ്ടാറടങ്ങി നിൽക്കുകയാണ്. സന്തോഷമായി. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. ഭയങ്കര തിരക്ക് അവിടെ. പാഴ്സലിനും ആൾക്കാർ കഴിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ 2 സർബത്തും എടുത്തുകൊണ്ട് ഞാൻ അപ്പുറത്ത് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി കൊണ്ടുവച്ചുകൊണ്ട് ഇരുന്നുമല്ല കിട്ടിയ പാടെ തന്നെ അത് അണ്ണാക്കിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് ഞാൻ വിശന്ന് കറങ്ങിപ്പോയി. രാവിലെ ഒന്നും കുടിച്ചതുമില്ല. ഹൈഡ്രേറ്റായി ബോഡി. വെള്ളം കുടിക്കാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മൾ വെള്ളം കുടിച്ച ഒരു പരിധി വരെ തളരാണ്ട് നിൽക്കും. അതിൻ്റെ മുകളിൽ ബൂസ്റ്റ് തട്ടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആ ബൂസ്റ്റ് തട്ടുന്നുണ്ട്. ആ പാൽ സർബത്തിൽ ആ ബൂസ്റ്റ് അത്യാവശ്യമായിരുന്നു. മറ്റേ സർബത്തിൽ അത് ആവശ്യമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അവസാനം ചേച്ചി ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാൻ പോയി. ചേച്ചി വേണ്ട എന്ന് പറഞ്ഞാൽ ചേച്ചിയെ പേടിപ്പിച്ച് നിർത്തിയേട്ടോ. അങ്ങനെ ചേച്ചി പേടിച്ച് ആ സിറപ്പിനെ അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് സർബത്തും കൊണ്ട് ഞാൻ വരികയാണ്. കണ്ടോ അവിടുത്തെ തിരക്ക് നോക്കിയേ.
എല്ലാവരും കരുതുന്നുണ്ടാവും ഈ 2 സർബത്ത് ഞാൻ കുടിക്കാനായിരിക്കുന്നു. പക്ഷേ അല്ല, ഒന്നെനിക്കും ഒന്ന് ഏട്ടനെങ്കിലും ഞാൻ രണ്ടിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഇങ്ങനെ ഇരുന്നപ്പോൾ ഗ്ലാസ് എന്നെക്കാട്ടി പൊക്കമുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ നിറനിൻ്റെ സർബത്ത് കുടിച്ചു. വാവ്! കപ്പലണ്ടിയുടെ ഘോഷയാത്ര കേട്ടോ, കപ്പലണ്ടിയുടെ കളിയോട് കളി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സന്തോഷമായി ഗോപി ഏട്ടാ, സന്തോഷമായി, മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. ഇനി അടുത്ത ഏട്ടൻ്റെ പാൽ സർബത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. എൻ്റെ നിറനിൻ്റെ സർബത്തായിരുന്നു കേമ മനുഷ്യ, അത് വാങ്ങിച്ച് കുടിച്ചൂടെ എന്ന് ഏട്ടനോട് ഇങ്ങനെ പുച്ഛത്തോടെ ഞാൻ ചോദിച്ചിട്ട് ഐസ്ക്രീം എന്ന് ആ പാൽ സർബത്ത് എടുത്ത് വായിൽ വെച്ചപ്പോൾ ഗൈസ് പാൽ സർബത്തായിരുന്നു കേട്ടോ നല്ലത്. എനിക്ക് അബദ്ധം പറ്റി ഗൈസ്, മറ്റൊന്നും കൊള്ളാമെങ്കിൽ അതിനെക്കാട്ടി നല്ലത് പാൽ സർബത്താണ്. പാൽ സർബത്ത് 50 രൂപ, സാധാ നിറഞ്ഞണ്ടി സർബത്ത് 40 രൂപ, പാൽ സർബത്ത് വിത്ത് ഐസ്ക്രീം 60 രൂപ. ഇത് ഒരു നഷ്ടമില്ല കേട്ടോ. അതൊരെണ്ണം കുടിച്ചാൽ മതി, 2 ദിവസത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കേണ്ട, അത്രമാത്രം ക്വാണ്ടിറ്റിയിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് സാധനങ്ങൾ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ സർബത്തിന് കുറച്ച് തണുപ്പ് കുറവ്. ചേച്ചി ചോദിച്ചു ഐസ് ക്യൂബ്സ് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐസ് ക്യൂബ്സ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഐസ് ക്യൂബ്സ് എല്ലാം തന്നു. അതെല്ലാം ഇട്ടിട്ട് കുടിച്ചു കേട്ടോ. കുടിച്ച് അവസാനം എനിക്ക് എണീക്കാൻ വയ്യാതായി. വിശന്ന് തളർന്ന് വന്നാൽ ഞാൻ വയറ് നിറഞ്ഞ് തളർന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഗൈസ്, കുടിച്ച് തീർത്തിട്ട് എനിക്ക് സാധാരണ ഇവയൊക്കെ സാധനങ്ങൾ കിട്ടിയാൽ എനിക്ക് തികയത്തില്ല. ഇത് കുടിച്ച് എനിക്ക് മതിയെങ്കിലും ഞാൻ ഒരു ലേശം പോലും വച്ചില്ല കേട്ടോ. ഫുൾ കംപ്ലീറ്റ് കുടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റു. ചേച്ചിയോടും ചേട്ടനോടും സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞു. അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം, എനിക്ക് ഡബിൾ സന്തോഷം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ ചേട്ടൻ്റെ ചേച്ചിയുടെ ഇവിടുത്തെ പെരുമാറ്റം സൂപ്പർ കേട്ടോ. അവർ പുതിയതായിട്ട് ഒരു കട തൊട്ട് ഓപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചാരുവിള ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര്. തൊട്ട് ഓപ്പോസിറ്റ് അവിടെ ഇരുന്നൊക്കെ കഴിക്കാനുള്ള നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ അവിടെ അടുത്ത ആഴ്ച എന്തോ മറ്റന്നാൾ ഓപ്പൺ ചെയ്യുന്നു എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇനി വരുമ്പോൾ എന്തായാലും ആ പുതിയ കടയിലായിരിക്കും ഇരുന്ന് കഴിക്കാൻ പോകുന്നത്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കി വരിക. കരിക്കുഴി ചാരുവിള ബേക്കറി, പനവൂർ കരിക്കുഴി ആട്ടോ, അല്ലാതെ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ വേറെ എങ്ങാണ്ടൊക്കെ കൊണ്ട് കാണിക്കുക. അതുകൊണ്ട് പനവൂർ കൊടുക്കുക. എന്നിട്ട് ആരോടെങ്കിലും വന്നിട്ട് കരിക്കുഴി ചോദിക്കുക. ചാരുവിള ബേക്കറി അവിടെ ജംഗ്ഷനിൽ തന്നെയുണ്ട്. ഇതുവഴി പോകുമ്പോൾ മസ്റ്റായിട്ടും പാൽ സർബത്ത് ട്രൈ ചെയ്യാം. മറ്റേ സർബത്തും കൊള്ളാം, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാൽ സർബത്ത് വിത്ത് ഐസ്ക്രീം ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. എന്തായാലും വിശന്ന് ദാഹിച്ച് കിറങ്ങി വന്ന എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ വിശന്ന ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വരുന്നെങ്കിലുണ്ടല്ലോ ഒരെണ്ണം കഴിച്ചാൽ മതി, നല്ല ഫീലിംഗ് ആയിരിക്കും. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ നമ്പർ നോട്ട് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും വലിയ ക്ലാസ്സിൽ സർബത്തുമൊക്കെ കിട്ടും. പിന്നെ ഈ ചുള്ളിമാനൂർ ഏരിയയിലൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവുമല്ലോ, അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ വരാം. ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പം മേ ബി എല്ലാവരും ഒക്കെ കഴിച്ചിട്ടുള്ള സ്ഥലമാവാം. ഞാനിപ്പോൾ വളരെ ലേറ്റായിട്ടാണ് വന്ന് കഴിക്കുന്നത് എന്നുള്ളത് മാത്രം. ഞാൻ വളരെ പണ്ടേ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വന്ന് കഴിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഒത്തു വന്നത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിനായിട്ട് നമ്മൾ പോവുകയാണ്. ചുള്ളിമാനൂർ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുജ്യോതി സ്കൂൾ ആദ്യം ഒരു ചർച്ചിനോട് ചേർന്നായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എൻഡ് ചെയ്ത ശേഷം അങ്ങോട്ട് പോയി കുറച്ച് വിശേഷം പറഞ്ഞ ശേഷം നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. ആ ചർച്ചിനോട് ചേർന്നൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിലായിരുന്നു നമ്മളൊരു 4th സ്റ്റാൻഡേർഡ് വരെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ക്രിസ്തുജ്യോതി സ്കൂളിനെക്കാട്ടി കൂടുതൽ വർഷങ്ങൾ ഞാൻ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. കുറച്ചുകൂടെ എനിക്ക് അവിടെയാണ് ഇഷ്ടം. ഈ സ്കൂളും ഇഷ്ടമാണെങ്കിലും കുറച്ചുകൂടെ വർഷങ്ങൾ അവിടെ കൂടുതലായിരുന്നത് കൊണ്ട് അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ ഓർമ്മയുള്ളത് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ധീരെ ഇരുന്ന് ഘോഷിക്കുകയാണ്. സർബത്തിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. സർബത്ത് അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്നും വോയിസ് ഇല്ല എന്നുള്ളത് ഈ പാവം പൊട്ടിയായ മണ്ടിയായ ഞാൻ അറിയുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹവും നിങ്ങളുടെ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ചോദ്യചിഹ്നവുമായിരുന്ന ശ്രീകുട്ടിയുടെ നാടും വീടും സ്ഥലവും സ്കൂൾ ഉൾപ്പെടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ 1.5 വർഷം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലായിരുന്നു. അവിടുത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അവർ പെർമിഷൻ തരുന്നൊന്നും അറിയത്തില്ല. ഒരൊറ്റ മനുഷ്യരെ എനിക്ക് അവിടെ അറിയത്തുമില്ല. പ്രിൻസിപ്പളൊക്കെ മാറിയിട്ടൊക്കെ വർഷങ്ങളായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുന്നില്ല. പിന്നെ AR സ്കൂൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണ്, അതെപ്പോഴെങ്കിലും പിന്നീട് കാണിക്കാം കേട്ടോ. ഇതൊക്കെയല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ചുള്ളിമാനൂർ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ചർച്ചാണ്. ചുള്ളിമാനൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലുള്ള ചർച്ചാണിത്. ആ ചർച്ചിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലായിരുന്നു നമ്മുടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ചർച്ച് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ചർച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചുള്ളിമാനൂർ വിശേഷം എന്ന് പറയുന്നത്. ഈ 2 വീഡിയോയും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഇത്രയും ലെങ്തുള്ള വീഡിയോ നിങ്ങൾ സ്നേഹപൂർവ്വം വീഡിയോ ഇരുന്ന് കണ്ട് ഓരോ കാര്യങ്ങളും തെറ്റും കുറ്റവും ശരിയും ഒക്കെ പറഞ്ഞു തന്ന് ഞാൻ ഇവിടെ നിന്ന് വന്നതാണോ എന്ന് വരെ അതിശയിച്ച് ചോദിച്ചവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും ക്ഷമയോടെ നിങ്ങളിരുന്ന്
ഇത്രയും ലെങ്തി വീഡിയോ കണ്ടതിൽ. എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് പുതിയൊരു നല്ല വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. പുതിയ നല്ല വിശേഷം ഇതൊക്കെ തന്നെയായിരിക്കും വിശേഷം എന്ന് പറയുന്നത്. എന്തായാലും കുറച്ചുകൂടെ നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്.